നിലവിൽ ഈ ഇന്ത്യയുടെ ടെസ്റ്റ് ഏകദിന T20 ടീമുകളുടെ കോച്ചായിട്ട് പ്രവർത്തിക്കുന്നത് ഗൗതം ഗംഭീറാണ്. ഗൗതം ഗംഭീറിൻ്റെ കോച്ചിങ്ങിന് പരിശീലനത്തിന് കീഴിൽ ഇന്ത്യ ഏകദിന ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. മികച്ച ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി നമ്മൾ നേടുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഏഷ്യ ഏഷ്യ കപ്പ് കപ്പ് നേടി. ഇപ്പോൾ T20 പരമ്പരകളിൽ ഉൾപ്പെടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഏകദിന മത്സരങ്ങളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ വളരെ മോശം ഒരു പ്രകടനം ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ നമ്പർ നോക്കുകയാണെങ്കിൽ ഒരു നിരവധി തോൽവി, ഒരുപാട് തോൽവികൾ ഈ ഇന്ത്യ ഗംഭീറിന്റെ കോച്ചിങ്ങിന് ജയത്തെക്കാൾ കീഴിൽ. തോൽവിയാണ് അതെ വരുന്നത്. അതെ. മാത്രമല്ല ഹോം നമ്മുടെ ഏറ്റവും വലിയ കോട്ടയായിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഹോം, ഉം. അവിടെ തന്നെ നമുക്ക് തിരിച്ചടികൾ ഏറ്റുവാങ്ങുന്ന സാഹചര്യം ഉണ്ടായി. 5 ടെസ്റ്റ് മത്സരങ്ങളാണ് ഹോം ടെസ്റ്റ് ഇന്ത്യൻ മത്സരങ്ങൾ പിച്ചുകളിൽ ഇന്ത്യ പരാജയപ്പെട്ടത്. പരാജയപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഒരു കഴിഞ്ഞ ദിവസം ശുഭ്മാൻ ഗില്ലിന്റെ ഒരു റിക്വസ്റ്റ് ഒക്കെ അതെ. വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നത്. അപ്പോൾ അത്തരം ക്യാമ്പുകളിലൂടെ ടെസ്റ്റ് ക്രിക്കറ്റിന് കൂടുതലായിട്ട് പരിശീലനം നടത്താനും അതിനുവേണ്ടി തയ്യാറെടുക്കാനും കഴിയും. അപ്പോൾ അത് ഗംഭീർ മറ്റ് തിരക്കുകളിലാകുന്ന സാഹചര്യത്തിൽ ലക്ഷ്മണിന് അതിൻ്റെ ഒരു ഇത് ചുമതല കൊടുക്കണം നൽകണമെന്നുണ്ട്. എന്ന രീതിയിലാണ് BCCI ആലോചിക്കുന്നത് എന്ന തരത്തിൽ റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നത്. ഇത് ഒരു വേറൊരു തരത്തിലുള്ള ചർച്ചകൾ കൂടി വഴിവെച്ച്, അതായത് ഇന്ത്യക്ക് ടെസ്റ്റിനൊരു പരിശീലകൻ, അതുപോലെ തന്നെ ഏകദിന T20ക്ക് വേറൊരു ടീമുകൾക്ക് പരിശീലകൻ, അങ്ങനെ ഒരു സ്പ്ലിറ്റ് കോച്ചിങ് വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾക്കൊക്കെ വഴിവെച്ചപ്പോൾ അതിനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഹർഭജൻ സിംഗ്. ഹർഭജൻ സിംഗ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ടീമിന് ഇപ്പോഴത്തെ ഒരു കണക്കുകൾ ഈ പെർഫോമൻസ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു സ്പ്ലിറ്റ് കോച്ചിങ് ആവശ്യമുണ്ടോ ശരിക്കും? ഇതിപ്പം സൈഫിൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പം കണക്കുകൾ വെച്ച് നോക്കിയാൽ അത് ആവശ്യമാണെന്നുള്ളത്. കാരണം നമ്മൾ ക്രിക്കറ്റിൽ ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ട് ഫോർമാറ്റായി കാണുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിനായിരിക്കും. ആ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒരു ആധിപത്യം കണ്ട ഒരു വർഷം, ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ. നമുക്കറിയാം വിരാട് കോഹ്ലിയുടെ കീഴിലായാലും ധോണിക്ക് ആ സമയത്ത് ധോണിക്ക് ശേഷമുള്ള ക്യാപ്റ്റൻസി എന്ന് നമുക്കറിയാം. ധോണി തുടങ്ങിയ ക്യാപ്റ്റൻസിയിൽ ഒരു കോഹ്ലിയുടെ കീഴിൽ വലിയൊരു ജൈത്രയാത്രയാണ് ഇന്ത്യൻ ടീം നടത്തിയിരുന്നത്. പക്ഷേ നിലവിലെ അവസ്ഥയിൽ ഇപ്പം ഗില്ലിൻ്റെ രോഹിത്തിൻ്റെ അവസാനത്തേക്കും ഗില്ലിൻ്റെ കയ്യിലെത്തുമ്പോഴേക്കും ആ ടീം ഒരു ഹോം ഗ്രൗണ്ടിൽ, ഇപ്പം പറഞ്ഞാൽ ഇന്ത്യൻ പിച്ചുകളിൽ വരും കടലാസിൽ വെറും പൂച്ചകളായിട്ട്, കടലാസിലെ പുലികൾ കടലാസിലെ പൂച്ചകളായി പോകുന്നൊരവസ്ഥയാണ് കടലാസിൽ പോലും. കാരണം ആ 2 പരമ്പര വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്ന അവസ്ഥ അത് വല്ലാത്ത രീതിയിലാണ്. പരാജയം സാധാരണ നമ്മൾ പൊരുതി തോൽക്കുന്ന പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. അതിൽ ഇംഗ്ലണ്ടിനെതിരെ നടത്തിയൊരു പരമ്പരയിലെ മത്സരം, അവിടെ നടത്തിയ മത്സരം മാത്രമേ നമുക്ക് ആശ്വസിക്കാനുള്ള ഒരു പോരാട്ട വീര്യം നൽകിയുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് വലിയ പരാജയങ്ങളായിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചു. അല്ല, അത് നമ്മൾ ഇപ്പം എടുത്തു പറയുമ്പോൾ അത് നമ്മൾ വെൻഡീസിനെ കുറച്ച് കാണുമല്ല. പക്ഷേ ഈ പറയുന്ന ടീം വെച്ച് നോക്കുമ്പോൾ നമ്മൾ നിലവിൽ വെൻഡീസ് ടീമിനെ നമുക്ക് കുറച്ച് പറയേണ്ടി വരും. കാരണം ഫോർമാറ്റിലൊക്കെ എന്തായാലും 27 റണ്ണിനൊക്കെ സ്വന്തം നാട്ടിൽ ഓൾ ഔട്ട് ആയ ആ ടീമാണ്. അതെ, ആ ടീമിനോടാണ് ഇന്ത്യ ഈ പറഞ്ഞത് ജയിച്ചത്. ഗംഭീറിന് ഇപ്പം കണക്കുകൾ നമ്മൾ പറയുമ്പം ജയത്തിന്റെ കണക്കിൽ നൽകുന്ന നമ്പറുകൾ വിൻഡീസിനെതിരെ ടീമിൽ പോലെയാണ്. അപ്പം നിലവിലെ അവസ്ഥയിൽ ഈ പറഞ്ഞ പോലെ ഏകദിനത്തിലായാലും T20 ഇന്ത്യൻ ടീമിനെ നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും. കാരണം യാതൊരു ഇതുമല്ല, വലിയൊരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു മാർജിനിൽ മുന്നോട്ട് പോകുന്ന ടീമാണ്. അതിൻ്റെ ക്യാപ്റ്റൻസിയും വേറെയാണ്, വേറെ കേസ്. പക്ഷേ ഈ ടെസ്റ്റിലേക്ക് വരുമ്പോഴേക്കും നിലവിലെ അവസ്ഥയിൽ ടീമിന് ശുഭ്മാൻ ഗിൽ ഇന്നലെ പറഞ്ഞാൽ തന്നെ ടീമിന് ഒരു അഴിച്ചുപണി അല്ലെങ്കിൽ ടീമിനൊരു ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണ്. ഈ നിലവിലെ ചികിത്സ പോരാ, ഒന്ന് ഡോക്ടറെ മാറ്റി കാണിച്ചാൽ അത്രയും. നമ്മൾ നോർമലി നമ്മൾ പറയുന്നതല്ലോ, ഒരു അസുഖം വന്നിട്ട് കുറേ ഡോക്ടറെ കാണിച്ചു കൊടുക്കുന്നു, ഡോക്ടറെ കയ്യിൽ മെച്ചപ്പെടുന്നില്ലെങ്കിൽ ഡോക്ടറെ മാറ്റി കാണിക്കണം. അങ്ങനെ ഒരു ചികിത്സ പോലെ ഒരു പുതിയ കോച്ച് വന്നാൽ, നമുക്കറിയാം ഇതിന് മുന്നേ ഉണ്ടായ കോച്ചുമാരൊക്കെ ടെസ്റ്റ് ടീമിനെ കൊണ്ടുപോയിരുന്നു. ഇപ്പം രാഹുൽ ദ്രാവിഡ് ആയാലും ശാസ്ത്രി ആയാലും അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കുംബ്ലയോട്ട് ഇങ്ങോട്ട് വരുന്ന ടീം ആരായാലും അതിന് മുന്നിലായാലും നമുക്ക് ഒരു വലിയൊരു ഘട്ടത്തിൽ വലിയ പ്രശ്നമായിട്ട് പോയിരുന്നു. പക്ഷേ ഗംഭീറിൻ്റെ കയ്യിലെത്തുമ്പോഴേക്കും ടീം എനിക്കൊന്ന് 9 മത്സരങ്ങളായിരുന്നു തോറ്റിട്ടുണ്ടെന്ന് തോന്നി. ഗംഭീറിൻ്റെ കയ്യിൽ 10 മത്സരം തോറ്റിട്ടുണ്ട്. അത്രയും ജയിച്ചത് അത്രയും 7 5 9 മത്സരങ്ങൾ തോറ്റിട്ടുണ്ട്. 9 മത്സരങ്ങൾ തോറ്റിട്ടുണ്ട്. അങ്ങനെയാണ് വരുന്നത്. ജയത്തേക്കാൾ തോൽവിയാണ് ഗംഭീറിൻ്റെ കീഴിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഗംഭീറിനെ മാറ്റി നിർത്തിയിട്ട് ഒരു കോച്ചിനെ കൊണ്ടുവന്ന് ചെയ്യിച്ചാൽ അത് നമുക്ക് ഗുണം നൽകണം, പ്രശ്നമൊന്നുമില്ല നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹർഭജനും മറ്റൊരു എപ്പോഴും പറയുന്ന പ്രശ്നം, ഒരു ഫോർമാറ്റിൽ ഒരു കോച്ചിൻ്റെ കീഴിൽ കളിക്കുന്നു, ആ താരങ്ങളിൽ മറ്റൊരു ഫോർമാറ്റ് മാറി പല നയങ്ങളും വരുമ്പോൾ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പല കാരണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ഫോർമാറ്റ് വ്യത്യസ്തമാണ്. കളിക്കുന്ന രീതിയെല്ലാം കളിക്കാരെല്ലാം വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട്. ഒരേ കളിക്കാർ തന്നെയാണെങ്കിൽ കൂടി ഫോർമാറ്റ് വ്യത്യസ്തമാകുമ്പോൾ വ്യത്യസ്ത കോച്ചിൻ്റെ കീഴിൽ ഇറങ്ങിക്കൊണ്ട് അങ്ങനെ നിയമമൊന്നുമില്ലല്ലോ. നമ്മൾ ഒരു കോച്ചിൻ്റെ കീഴിൽ പാടുള്ളൂ. നമ്മൾ വിവിധ ക്യാപ്റ്റന്മാർക്ക് കീഴിൽ കളിക്കാറുണ്ട്. പിന്നെ ഇപ്പം 2 ഫോർമാറ്റിൻ്റെ ക്യാപ്റ്റനാണ്. പക്ഷേ നേരത്തെ അങ്ങനെ പല ഫോർമാറ്റിൽ പല രാജ്യങ്ങളും ഇപ്പോഴും കളിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഫോർമാറ്റ് ഓരോ കോച്ച് ഓരോ ക്യാപ്റ്റനായിട്ട്. അപ്പോൾ ഒരു ഫോർമാറ്റിൻ്റെ കോച്ചിനെ കണ്ട് ഈ കോച്ചിനെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അയാൾക്ക് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലാണ് അദ്ദേഹത്തിന് ഇളക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കൊടുത്തിട്ട് മറ്റൊരു കോച്ചിനെ കൊണ്ടുവരുന്നത് തെറ്റൊന്നുമില്ലല്ലോ. നമുക്ക് പറഞ്ഞാൽ ദ്രാവിഡിനെ തിരിച്ചു വിളിക്കാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പം ലക്ഷ്മണൻ ഇപ്പോൾ നമുക്ക് സഹായിക്കാൻ തയ്യാറാവുമെന്ന് നമുക്കറിയില്ല. ആയേക്കാം, അല്ലെങ്കിൽ ഒരു ഗുണം ചെയ്തേക്കും. ടെസ്റ്റ് ഫോർമാറ്റിൽ ലക്ഷ്മണനെ പോലുള്ള താരങ്ങൾ ഒരു ഉപദേശകനായിട്ട് ഒരു മെൻറ്ററായിട്ട് തന്നെ വന്നാൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാകുന്ന പ്രതീക്ഷിക്കാം. അപ്പം വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇതിന് നമ്മൾ നല്ലതാണെന്ന് പറയുമ്പോൾ
അത് എന്തുകൊണ്ട് അങ്ങനെ നല്ലതാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ടെസ്റ്റ് ക്രിക്കറ്റിലെ പെർഫോമൻസ് ആണ് ഏറ്റവും ഒരു ഇതിന് നമ്മൾ ഈ പറയുന്ന കാര്യത്തിന് ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ എടുക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിലെ പെർഫോമൻസ് വളരെ മോശമാണ്. ഏകദിന T20 ഇതിനകത്ത് വലിയ കുഴപ്പങ്ങളില്ലാതെ ടീം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ T20യിൽ ഏറ്റവും നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ കോച്ചിനെ കൊണ്ടുവരിക എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ സ്പ്ലിറ്റ് കോച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിന് മാത്രമായിട്ടൊരു കോച്ച്, മറ്റ് 2 ഫോർമാറ്റുകളിൽ വേറെ കോച്ച്. അപ്പൊ ഇതിൽ 3 കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ, 3 ഫോർമാറ്റിലും കളിക്കുന്ന ചില താരങ്ങൾ, കുറച്ച് താരങ്ങളേ ഉള്ളൂ. അപ്പൊ ഇത് പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ല. പക്ഷെ നമ്മൾ പൊതുവെ കണ്ടുവന്നിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഈ രീതിയിൽ ദുരന്തമാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മൊത്തത്തിലുള്ള കോച്ചിനെ തന്നെ മാറ്റുക എന്നുള്ള ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെ ഒരു സാധ്യത എന്തെങ്കിലും പ്രതീക്ഷിക്കാം? അത് നിലവിലെ അവസ്ഥയിൽ നമ്മൾ ഇപ്പം T20 ലോകകപ്പ് അടക്കമെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ലോകകപ്പിൽ നമ്മൾ ഇന്ത്യയിലെ മത്സരം നമുക്ക് വലിയ ആശങ്കയിലാണ് മുന്നേറാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്ന ഒരു ടൂർണമെന്റാണ് T20 ലോകകപ്പ്. അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ വലിയ സംശയങ്ങളൊന്നുമില്ല, ഗംഭീറിന് പെട്ടെന്ന് തന്നെ പിന്നെ മടങ്ങേണ്ടി വരും. ഇപ്പം നിലവിലെ അവസ്ഥയിൽ തന്നെ ഗംഭീറിനോട് ഈ ചോദ്യങ്ങൾ വരുമ്പോൾ ഗംഭീർ പറയുന്നത് ലിമിറ്റ് ഏഷ്യ കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി ഇതൊക്കെ എൻ്റെ കീഴിൽ നേടിയത്, അന്നൊന്നും വിമർശനങ്ങളിലുള്ളതാണ്. ഗംഭീറിനെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ടെസ്റ്റ് ഫോർമാറ്റിലെ കാര്യങ്ങൾ എനിക്ക് കീഴിൽ തെറ്റ് പറ്റുന്നുണ്ട്, പക്ഷേ ഏകദിന T20 ഫോർമാറ്റിൽ വരുമ്പോൾ ഞാൻ പുലിയാണെന്ന് പറയുവാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ പുലി അങ്ങനെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ, ഇവിടെ മാറി നിൽക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ മൊത്തത്തിൽ മാറ്റി നമുക്ക് നഷ്ടമൊന്നും പറയാനില്ല. നേരത്തെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സേഫ് ഫോറിൽ തന്നെ അധിക ടീമുകളും ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം അതിൻ്റെ പേരിൽ മാത്രം അങ്ങനെ കൊടുക്കണോ വെച്ചാൽ അതും വേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ ടീമിൻ്റെ ഈ പ്ലെയർമാർ എന്തായാലും നമ്മുടെ ടീം സെറ്റാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ടീമിന് സെറ്റാന്ന് പറയുമ്പോൾ ടെസ്റ്റ് ഫോർമാറ്റിൽ ചില സ്ലോട്ടുകൾ ഇപ്പോഴും നമുക്ക് ഫിക്സ് ആക്കാൻ പറ്റില്ല. ഗംഭീറിൻ്റെ പ്രശ്നം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം അധികമൊന്നും വേണ്ട. ഇപ്പോൾ ഈ ക്യാമ്പ് നടത്തുന്നു, ലക്ഷ്മണിൻ്റെ കീഴിൽ ക്യാമ്പ് നടക്കുന്നു, അതിനുശേഷം വരുന്ന ടെസ്റ്റ് വരുമ്പോൾ ആ കോച്ചിന് കീഴിൽ അല്ലെങ്കിൽ ലക്ഷ്മണിൻ്റെ കീഴിൽ കളിക്കാൻ പോട്ടെ. അതിലൊന്ന് ഒരു മാറ്റം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമല്ലോ. ഒരു പരീക്ഷണം പോലെ നടത്തിയിട്ട് ഈ പറഞ്ഞാൽ തന്നെ നമ്മൾ പല താരങ്ങളെ പരിക്കുന്നൊക്കെ പറഞ്ഞ് ഓരോ ഫോർമാറ്റ് മാറ്റി നിർത്തുന്നുണ്ടല്ലോ. അതുപോലെ ഒരു കോച്ചിന് ഒരു സമയത്തൊക്കെ മാറ്റി നിർത്തി മാത്രം മതിയല്ലോ. നേരത്തെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ദ്രാവിഡിൻ്റെ സമയത്ത്, അതിന് മുന്നേ ആയാലും പിന്നെ കോച്ചിന് സൗകര്യം ഉണ്ടാകുമ്പോൾ മറ്റൊരു താരത്തിന് കൊടുക്കാറുണ്ട്, ചുമതല കൊടുക്കാറുണ്ട് മറ്റൊരു പിന്നെ കോച്ചിന്. അപ്പം അങ്ങനെ ഒരു അവസരം കൊടുത്തിട്ട് മാറ്റിക്കൊണ്ടിരുന്നാലും വലിയ കുഴപ്പമുണ്ടാവില്ല. തീർച്ചയായിട്ടും ഈ ഗംഭീറിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യൻ ടീമിന്റെ ഒരു പ്രകടനം നമ്മൾ വിലയിരുത്തുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങളെ സംബന്ധിച്ച്, ഓരോ ടെസ്റ്റ് കളിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ഈ പോയിന്റ് സംവിധാനം വന്നപ്പോൾ എല്ലാ മത്സരങ്ങളിലും തുല്യമായിട്ട് ആ രീതിയിലുള്ള പോയിന്റാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോം അഡ്വാൻറ്റേജ് മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ പോയിന്റ് ഇത് പറയുമ്പോഴും എല്ലാ രാജ്യങ്ങളും ഒരേപോലെ ഒരേ എണ്ണം മത്സരങ്ങളല്ല മത്സരിക്കുന്നത്. അതായത് പോയിന്റ് പെർസെൻറ്റേജ് നോക്കിയിട്ടാണ് ഈ സംവിധാനം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹോം മത്സരങ്ങൾ വളരെയധികം നിർണായകമായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോം മത്സരങ്ങളിൽ വിജയം ഉറപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് എല്ലാ ടീമുകളും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലണ്ട് ആണെങ്കിൽ അവരുടെ ഫ്ലാറ്റ് ആയിട്ടുള്ള വിക്കറ്റുകൾ ഒരുക്കുകയും ബാറ്റിങ്ങിന് വളരെ ബാറ്റിംഗ് ഇതായിട്ടുള്ള ഒരു തന്ത്രം ഒരുക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന ഇതാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നമ്മുടെ കരുത്ത് ഒരുപക്ഷെ സ്പിൻ എന്ന് പറയുന്ന ഒരു അറ്റാക്ക് ആയതുകൊണ്ട് ആ സ്പിന്നിന് പറ്റുന്ന തരത്തിലുള്ള പിച്ചുകളും അതിന് വേണ്ടിയിട്ടുള്ള കെണികളും ഒരുക്കി വെക്കുകയും അതേസമയം അതേ ഞാൻ പറഞ്ഞത് അതേ സ്പിന്നിനെതിരെ നമ്മുടെ ബാറ്റർമാരുടെ പെർഫോമൻസ് താഴേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഡാറ്റ പരിശോധിച്ച സമയത്തുണ്ടായിരുന്നു. ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയതിനു ശേഷം ഇന്ത്യൻ ബാറ്റർമാരുടെ സ്പിന്നിനെതിരെയുള്ള പെർഫോമൻസ് വളരെയധികം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആവറേജ് ഒക്കെ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് താഴേക്ക് എന്നുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിദേശ പിച്ചുകളിലുള്ള പേസ് ബോളിങ്ങിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ആ രീതിയിൽ ബാറ്റർമാർ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ സ്പിന്നിനെ നേരിടുന്നതിൽ സ്പിന്ന് നമ്മുടെ ഒരു കരുത്താണ് എന്ന് കരുതിയിട്ട് നമ്മൾ സ്പിന്നിനെതിരെ നേരിടുന്ന കാര്യത്തിൽ ബാറ്റർമാരെ കുറച്ച് പിന്നിലേക്ക് പോയ ഒരു കാര്യം കൂടിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ഈ സ്ലോട്ടുകൾ ഈ ഇന്ത്യ ടീമിന്റെ പല പരീക്ഷണങ്ങളും 3-ാം നമ്പറിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ, ഇത്തരം പരീക്ഷണങ്ങളൊക്കെ നിൽക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഗംഭീറിന്റെ നമ്മൾ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഗംഭീറിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ചില സമയത്ത് തെറ്റുകൾ അംഗീകരിക്കാതെ സംസാരിക്കുന്നുള്ളതാണ്. അപ്പൊ അതിലൊന്നാണ് ഇപ്പൊ ഈ മറ്റേ ഈഡൻ ഗാർഡനിൽ കൊൽക്കത്തയുടെ പിച്ചില് അകത്തുണ്ടായിരുന്നത്. അത് എല്ലാവരും അത് തെറ്റായിരുന്നു എന്ന് പറയുമ്പോഴും ഗംഭീർ സ്വന്തം തെറ്റായിട്ട് പോലും ഗംഭീർ അത് എടുക്കുന്നില്ല. ഗംഭീർ പറഞ്ഞത് ഇന്ത്യൻ ടീം പെർഫോമൻസ് മോശമാവുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ള. പക്ഷെ ഒരു കോച്ചിന് ഒരിക്കലും അങ്ങനെ തന്റെ ടീമിനെ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ സ്പിന്നെ കളിക്കാൻ പറ്റാത്ത സ്പിൻ കണി ഒരുക്കുന്നത് അറിയാം. തന്റെ ടീമിൽ സ്പിൻ ബോളേഴ്സ് ഉണ്ട്, പക്ഷെ തന്റെ ബാറ്റ്സ്മാൻമാർ എത്രത്തോളം സ്പിന്നെ കളിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം അതെന്തായാലും വേണം.
ഇപ്പം എതിർ ടീമിലെ സ്പിന്നർമാർ അത്ര സ്പിന്നർമാരുണ്ട്, അവർക്ക് എത്ര ഇതിൽ പെർഫോം ചെയ്യാൻ പറ്റും, ഇങ്ങനെ പിച്ചൊരുക്കിയാൽ അവിടെ നമ്മൾ വീഴുമോ എന്നറിയാനുള്ളൊരു ആ ഒരു ബോധ്യമില്ലാത്തൊരു പ്രശ്നമാണ് അവിടെ കണ്ടത്. അത് കൃത്യമായി അറിയായിരുന്നെങ്കിൽ അങ്ങനെ പിച്ചൊരുക്കിയിട്ട് ആ കിണിയിൽ പോയി തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നല്ലോ. ഇന്ത്യ അവിടെ പൂത്തി വീഴുന്നത് അതിൻ്റെ ഒരു പേരിൽ തന്നെയാണല്ലോ. പണ്ട് നമുക്ക് ഈ പറഞ്ഞ തന്നെ സേഫ് പറഞ്ഞാൽ തന്നെ നമ്മൾ സ്പിൻ കണി ഒരുക്കുമ്പോൾ സ്പിന്നിനെ കളിക്കാൻ അറിയുന്ന ബാറ്റ്സ്മാരുണ്ട്, വരുന്ന സന്ദർശക ടീമിൽ അത്ര നല്ല സ്പിന്നർമാർ ഉണ്ടാവാറുമില്ല. ആ സമയത്താണ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഇന്ത്യയിൽ സ്പിൻ കണിയാണെന്ന് അറിയാം, സ്പിൻ പിച്ചുള്ളതായിരിക്കും അറിയാം, പല താരങ്ങളെ കൊണ്ട് അവർ വരുന്നു. ആ താരങ്ങളെ റീഡ് ചെയ്യാൻ പറ്റാണ്ട് നമ്മളെ ബാറ്റ്സ്മാർ വീഴ് പോകുന്നു. നമ്മളെ ബോളർമാർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടി ബാറ്റിങ്ങിൽ ഒരു പ്രകടനം വരാത്ത സമയത്താണ് നമുക്ക് തിരിച്ചടി വന്നത്. പക്ഷേ അത് മനസ്സിലാക്കി അത് മറികടക്കാനുള്ള ഒന്നുകിൽ ബാറ്റിങ്ങിൽ അതിന് വേണ്ട പ്രശ്നങ്ങൾ മറികടക്കാൻ, അല്ലെങ്കിൽ പിച്ചിൽ വരുന്ന മാറ്റങ്ങൾ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ ഇതാണ് കോച്ച് തയ്യാറാവേണ്ടത്. പക്ഷേ ഇതൊന്നും ശ്രദ്ധയില്ലാണ്ട് നല്ല പിച്ച് തന്നെയായിരുന്നു, നമുക്ക് വേണ്ട പിച്ച് തന്നെയാണ്, അവിടെ നമ്മൾ തോറ്റു, എല്ലാവരും കുറ്റാണെന്ന് പറഞ്ഞേക്കതിൽ അതിൽ അർത്ഥമൊന്നുമില്ല. അത് അംഗീകരിക്കണം, മാറേണ്ടവരാണ്. അന്നും ഇയാൾ പറഞ്ഞത് ഇതായിരുന്നു, ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഞാൻ പുലിയാണ്, എൻ്റെ കീഴിലാണ് കപ്പ്. അല്ല, ഇത് നമ്മൾ ഇതിനകത്ത് ഈ ചർച്ച നമ്മൾ ഇതാക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു പോയിന്റിലേക്ക് എത്തുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു കാര്യം പറയാൻ പറ്റും. നിലവിലെ ഇന്ത്യൻ ടീമിന്റെ ടെസ്റ്റിലെ പെർഫോമൻസ് ഒരു കാര്യം, അതുപോലെ തന്നെ ഏകദിന T20 ഫോർമാറ്റിലെ പെർഫോമൻസ്, ഈ രണ്ട് പെർഫോമൻസും തമ്മിൽ വലിയ വ്യത്യാസം, വലിയൊരു അന്തരമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ടെസ്റ്റിൽ ഗംഭീറിന്റെ തന്ത്രങ്ങളൊന്നും സക്സസ് ആകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ടെസ്റ്റിൽ ഇന്ത്യക്ക് പുതിയൊരു കോച്ചിനെ വേണം എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ചകൾ തന്നെ വരാൻ കാരണം. അതിന് കാരണം ഗംഭീറിന്റെ ഈ രീതിയിൽ ടീമിന്റെ പെർഫോമൻസ് തന്നെയാണ്. ഇപ്പൊ രണ്ട് ഓപ്ഷനുള്ളത്, ഒന്നെങ്കിൽ അങ്ങനെ രണ്ട് സ്പ്ലിറ്റ് കോച്ചിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഗംഭീറിനെ തന്നെ മാറ്റിയിട്ട് പുതിയൊരു കോച്ചിനെ കൊണ്ടുവരിക. ഈ രണ്ട് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ ഹർഭജൻ സിംഗിനെ പോലുള്ള ആളുകൾ പറയുന്നത് ഇന്ത്യൻ ടീം, ടെസ്റ്റ് ടീം ഒരു ട്രാൻസിഷന്റെ സ്റ്റേജിലാണ്. പക്ഷെ ട്രാൻസിഷന്റെ മുമ്പേ ഈ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, ആ ട്രാൻസിഷന്റെ സ്റ്റേജിൽ കുറച്ചുകൂടി ക്ഷമ കാണിക്കണം എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് എന്തായാലും അടുത്ത ടെസ്റ്റ് പരമ്പരക്ക് കുറച്ചധികം സമയം തന്നെ ബാക്കിയുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും, പ്രത്യേകിച്ച് ഗില്ലൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ആശയങ്ങളൊക്കെ ഒരു ഇതിൽ കൊണ്ടുവന്നിട്ട്, പ്രയോഗത്തിൽ കൊണ്ടുവന്നിട്ട് ആ രീതിയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയട്ടെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഗംഭീറിന് പെട്ടെന്ന് ഗംഭീറിന്റെ സ്ഥാനം അങ്ങനെ നഷ്ടപ്പെടാനുള്ള സാധ്യതയൊന്നുമില്ല. അതെ, പ്രത്യേകിച്ച് അടുത്ത ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ പെർഫോമൻസ് വളരെ നിർണായകമായിരിക്കും. അത് ഗംഭീറിന് മാത്രമല്ല, ടീമിനെ സംബന്ധിച്ച്, ടീമിന്റെ ഓരോ റോളിൽ കളിക്കുന്ന താരങ്ങളെ സംബന്ധിച്ച് വളരെ നിർണായകമായിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഗംഭീർ തന്നെ തുടരും എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഹർഭജൻ സിംഗ് പറയുന്ന ചില കാര്യങ്ങളിൽ ഇതുണ്ട്, കുറച്ച് ക്ഷമ കാണിക്കണം എന്നാണ് പറയുന്നത്. എന്തായാലും കുറച്ചുകൂടി ക്ഷമ കാണിച്ചു നോക്കാം, എന്നിട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.